ഇന്ന് രാവിലെ നല്ല മടി. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴും ഞാൻ പറഞ്ഞു ചായ പെട്ടെന്ന് വെക്കുമ്പോഴേക്കും എന്തെങ്കിലും ഒരു പലഹാരം ഇങ്ങ് വാങ്ങിക്കൊണ്ടുപോവാ, നമുക്ക് നല്ല മഴയൊക്കെ ആസ്വദിച്ച് അങ്ങ് കുടിക്കാമെന്ന് പറഞ്ഞ് തീരും മുമ്പേയും ചായ പതക്കുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ പഴംപൊരി അങ്ങ് ടേബിളിൻ്റെ പുറത്തെത്തിയേ. 4 പഴംപൊരിയുണ്ട്. എനിക്ക് 2 ചേട്ടന് 2. അപ്പോൾ ചെറുതും വലുതുമൊക്കെ നോക്കി അഡ്ജസ്റ്റൊക്കെ ആക്കി ഞങ്ങളങ്ങനെ പാതി എടുത്തു. അങ്ങനെ നല്ല ചൂട് ചായ ഊതിയിട്ട് നല്ല മഴയൊക്കെ ആസ്വദിച്ച് അങ്ങ് ചായ കുടിക്കുകയാണ്. ചില സമയങ്ങളിൽ വല്ലാത്തൊരു മടിയാകുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ കടകളെ ആശ്രയിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഹൈദരാബാദിലൊക്കെ ആണെന്നുണ്ടല്ലോ കടകളെ ഒന്നും ആശ്രയിക്കാൻ പറ്റില്ല. മടിയും പിടിച്ചുകൊണ്ട് തന്നെ അടുക്കളയിൽ കയറിയിട്ട് വല്ലതും ഉണ്ടാക്കിയാൽ നമുക്കും പിള്ളേർക്കും അങ്ങ് കഴിക്കാം. ഇവിടെ അങ്ങനെയല്ല. നാട്ടിൻപുറങ്ങളിലാണെങ്കിൽ അങ്ങനെയല്ല. നമുക്ക് പെട്ടെന്ന് ഓടിച്ചാടി പോയിട്ട് ഒരു പാർസലൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. ചായ വരെ പാർസൽ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയും ആ മടി അങ്ങ് അതിലൂടെ പോകും. അപ്പോൾ ചില സ്ഥലങ്ങളുടെ പ്രത്യേകതയൊക്കെ ആയിരിക്കും അല്ലേ. അങ്ങനെ ഈ ഒരു കപ്പുണ്ടല്ലോ, എൻ്റെ ഭയങ്കര ഫേവറേറ്റായിട്ടുള്ള കപ്പാണ്, ബ്ലാക്ക്. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്കും പൊറോട്ടയും പെപ്പർ ചില്ലിയും, പെപ്പർ ചിക്കൻ ആണെന്ന് തോന്നുന്നേ, പേരൊന്നും എനിക്കറിയില്ല. അങ്ങനെ പെപ്പർ ചിക്കനും പിന്നെ ഒരു മസാല, അതിൻ്റെ എന്തോ സാലിനെയാണെന്ന് തോന്നുന്നു, അന്ന് ഞാൻ കഴിക്കാറില്ലേ. അങ്ങനെ പൊറോട്ട കണ്ടപ്പോഴേ ഒരു വല്ലാത്തൊരു വിമിഷ്ടം, വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങ് മാറ്റി വെച്ചു. പക്ഷേ ഈ ഒരു പെപ്പർ ചിക്കൻ ഉണ്ടല്ലോ നല്ല കിടിലൻ ടേസ്റ്റായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ എന്താണ് എടുത്തതെന്ന് വെച്ചാൽ ചോറും പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു കറി ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല കുത്തരിച്ചോറും 2-3 ഒരു 4-5 കഷ്ണം എടുത്തായിരുന്നു. പെപ്പർ ചിക്കനും നമ്മുടെ ചക്കക്കുരു കറിയും കൂടെ ഇങ്ങനെ കുഴച്ച് കഴിക്കുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ. നല്ല ചൂട് പെപ്പർ ചിക്കനായിരുന്നേ. അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മടി പിടിച്ച് നല്ല കുശാലായിട്ട് പോയി.